ഇത് കണ്ടോ, കടലിൽ മുങ്ങിപ്പോയ ഒരു ബോട്ടിൽ മൂന്നാം ദിവസം അതിന്റെ ഡെഡ് ബോഡികൾ കരക്കെത്തിക്കാൻ വേണ്ടി വന്ന രക്ഷാപ്രവർത്തകരുടെ മുന്നിലേക്ക് വന്ന കൈയാണിത്. 3 ദിവസത്തോളം കടലിനടിയിൽ ഒരാൾക്ക് ഓക്സിജൻ ടാങ്ക് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. ആ ബോട്ടിലുണ്ടായിരുന്ന 12 പേരിൽ 11 പേര് മരിച്ചു. ഈ ഒരാൾ മാത്രം, ഹാരിസൺ ഒക്കനെ മാത്രം രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? 2013 മെയ് 26 പുലർച്ചെ 4:30 ഒരു വലിയ തിരയിൽപ്പെട്ട് ജേസ്കൻ 4 എന്ന ടഗ് ബോട്ട് തല കീഴായി മറിയാണ്. 100 അടി താഴ്ചയിലേക്ക് മുങ്ങിപ്പോവാണ് ബോട്ട് മറിയുന്ന സമയത്ത് ടോയ്ലറ്റിലായിരുന്ന ഹാരിസൺ അവിടെ തന്നെ തല കീഴായിട്ട് വീഴാണ്. വെള്ളം വളരെ പെട്ടെന്ന് കയറി തുടങ്ങിയതുകൊണ്ട് തന്നെ ബോട്ടിലുള്ള എല്ലാവരും എയറുള്ള സ്പേസുകൾ, എയർ പോക്കറ്റുകൾ ലക്ഷ്യമാക്കിയിട്ട് നീന്തിയിരുന്നു. ഹാരിസണും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി നീന്തി എയർ പോക്കറ്റുള്ള ഭാഗം നോക്കി രക്ഷ തേടി. കഴുത്തറ്റം വെള്ളമായപ്പോഴും പുറത്തുനിന്നുള്ള തട്ടലും മുട്ടലൊക്കെ നിലച്ചതോടുകൂടി തന്റെ കൂടെയുള്ളവരെല്ലാം ഒന്നുകിൽ മരിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെല്ലാവരും ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു എന്ന് കരുതി ഹാരിസൺ അവസാനം വീണ്ടും മറ്റൊരു എയർ സ്പേസ് നോക്കി നീന്തി മറ്റൊരു ഓഫീസ് ക്യാബിനിലേക്ക് എത്തുന്നതിനിടയ്ക്ക് തന്റെ സഹപ്രവർത്തകരുടെ ഡെഡ് ബോഡികൾ അയാൾക്ക് തൊട്ടറിയാൻ കഴിഞ്ഞു. ഓഫീസ് ക്യാബിനിലെ എയർ പോക്കറ്റ് അത്യാവശ്യം വലുതായിരുന്നു. അയാൾ ചുറ്റുമുള്ള ബോട്ടിന്റെ പാർട്ടുകൾ, ഡോറും മറ്റു ഷീറ്റുകളും ഒക്കെ അടുക്കി വെച്ച് അതിന് മേലെ കയറി കിടന്ന് തൽക്കാലത്തേക്ക് കടലിലെ തണുപ്പിൽ നിന്ന് രക്ഷ നേടി. ഭക്ഷണമില്ലാതെ, ഫ്രഷ് വാട്ടർ ഇല്ലാതെ കടലിനടിയിൽ 3 ദിവസം. അതും ഈ എയർ പോക്കറ്റിലെ ഓക്സിജൻ കുറഞ്ഞു വരുന്നുണ്ട്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നുണ്ട്. അങ്ങനെ മരണത്തോട് അടുത്തു തുടങ്ങിയപ്പോഴാണ്, തന്റെ കാഴ്ച മങ്ങി തുടങ്ങിയപ്പോഴാണ്, തന്റെ ബോധം പോയി തുടങ്ങിയപ്പോഴാണ് ബോട്ടിനുള്ളിൽ അയാൾ ഒരു വെളിച്ചം കാണുന്നത്. സീ ഡൈവേഴ്സിന്റെ രക്ഷാപ്രവർത്തകരുടെ ടോർച്ച് ലൈറ്റ് ആണ്. സർവ്വശക്തിയും എടുത്ത് ആ ടോർച്ച് ലൈറ്റ് ലക്ഷ്യമാക്കിയിട്ട് ഹാരിസൺ നീന്തി ഡെഡ് ബോഡികൾക്കിടയിലൂടെ ഇനി ഇവിടെ ജീവൻ ബാക്കിയില്ല എന്ന് വിചാരിച്ച രക്ഷാപ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് വന്ന ഹാരിസന്റെ കൈകളാണത്. ലോകത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ സമയം കടലിനടിയിൽ സർവൈവ് ചെയ്ത റെക്കോർഡാണ് ഹാരിസൺ ഉള്ളത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഹാരിസൺ ഈ ജന്മത്തിൽ കടലിൽ ഇറങ്ങിയിട്ടില്ല.